മാഷേ മാഷേ നിങ്ങൾ ഇത് എവിടെയാണ്? എന്താ വിശേഷം അറിഞ്ഞില്ലേ? ഇല്ല. നല്ലൊരു കോഴി ബിരിയാണി ഞാൻ നിങ്ങൾ തയ്യാറായിക്കോളി. നിക്കാഹ് ഉറപ്പിച്ച്. വളരെ സന്തോഷം. എവിടെന്നാ പെണ്ണ്? ഞമ്മളതല്ല, നിങ്ങളെ ചെങ്ങായി കുഞ്ഞാലിക്കുട്ടി മാഷ. കുഞ്ഞാലിക്കുട്ടിയുടെ ആന്ന് ആചാര മോള് മുണ്ടാസും കുഞ്ഞാലിക്കുട്ടി മാഷ നമ്മൾ നിക്കാഹ് ഉറപ്പിച്ച്. ഇതറിഞ്ഞ ബീരാൻകുട്ടിക്ക് ബഹളം വെച്ച് പോണത് ഞമ്മള് കേട്ടതാണ്. വന്നപ്പോഴേ നമ്മൾ ശ്രദ്ധിക്കുകയാണ്. അന്റെ മനസ്സിൽ എന്തോ വിഷമമുണ്ട്. എന്താന്ന് വെച്ചാ പറയേ. ഒന്നുമില്ല. കുഞ്ഞാലിക്കുട്ടിക്ക് ശോഭനമായ ഒരു ഭാവി ഉണ്ടാവുന്നു എന്നറിയുമ്പോ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഞാനായിരിക്കും. അവൻ അമ്പിളിയമ്മാവനെ പിടിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞാൽ അതിനും ഈ ജോജി തയ്യാറാവും. ഞങ്ങളുടെ ആത്മബന്ധത്തിന്റെ ആഴം ആർക്കും അളക്കാൻ കഴിയില്ല. ആർക്കും. മൈലുകൾ താണ്ടി ഞാനിവിടെ വന്ന് കുഞ്ഞാലിക്കുട്ടിക്ക് തുണയായി അവന്റെ നിഴലായി നിൽക്കുന്ന എന്തിനാണെന്ന് ഹജർക്കറിയാമോ? പറയാതെ നമ്മളങ്ങനെ അറിയും. കളിച്ചും ചിരിച്ചും നടക്കുന്ന കുഞ്ഞാലിക്കുട്ടിയുടെ ഒരു മുഖം മാത്രമേ എല്ലാവരും കണ്ടിട്ടുള്ളൂ. ആർക്കും കണ്ടെത്താനാവാത്ത മറ്റൊരു മുഖം അവനുണ്ട്. സ്വന്തം മകളെ കുഞ്ഞാലിക്കുട്ടിക്ക് നിക്കാഹ് ചെയ്തു കൊടുക്കാൻ തീരുമാനിച്ച സ്ഥിതിക്ക് ഇനി ഹാജിയാരോട് ആ സത്യം തുറന്നു പറയാതിരിക്കാൻ എനിക്ക് കഴിയില്ല. വൈദ്യശാസ്ത്രത്തിന് പോലും കണ്ടെത്താൻ കഴിയാത്ത മാരകമായ ഒരു രോഗത്തിനടിമയാണവൻ. എന്താ റബ്ബേ, എന്തായി കേക്കണേ? കുഞ്ഞാലിക്കുട്ടിക്ക് അറിയോ? അറിയാം. എനിക്കും അവനും മാത്രം അറിയാവുന്ന സത്യം. ബിഎഡിന് പഠിക്കുമ്പോൾ ക്ലാസ് മുറിയിൽ വെച്ചൊരു തലകറക്കം. അതായിരുന്നു തുടക്കം. ആദ്യം അതത്ര കാര്യമാക്കിയില്ല. പിന്നെ നനച്ചിരിക്കാത്ത പല അവസരങ്ങളും അത് ആവർത്തിക്കപ്പെട്ടു. പിന്നെ പരീക്ഷണങ്ങളും പരിശോധനകളും ഒന്നും എവിടെ എത്തിയില്ല. പക്ഷെ ഇപ്പൊ എനിക്കൊരു പ്രതീക്ഷയുണ്ട് ഹാജിയാരെ. ബോംബെയിലുള്ള അതിവിദഗ്ധനായ ഒരു ഡോക്ടർ അവന്റെ രോഗം ഭേദമാക്കി തരാമെന്ന് എനിക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. ഞാൻ അവനെ കൊണ്ടുപോവുകയാണ്. അത് ചോദിക്കാനാണ് ഞാൻ വന്നത്. കോയ സാഹിബിന് വിവരം അറിയോ? ഇല്ല. ഒന്ന് മാത്രമേ അവൻ എന്നോട് ആവശ്യപ്പെട്ടിട്ടുള്ളൂ. ജീവന് തുല്യം സ്നേഹിക്കുന്ന അവന്റെ ഉമ്മയും ബാപ്പയും ഇത് അറിയരുതെന്ന്. ചെകുത്താനും കടലിനും നടുവിലായിരുന്നു ഹാജിയാരെ ഞാൻ ഇതുവരെയും. ഇപ്പൊ ആശ്വാസമായി. ഹാജിയാരോടെങ്കിലും ഇത് തുറന്നു പറഞ്ഞല്ലോ എന്നൊരു സമാധാനം. നമ്മുടെ കുഞ്ഞാലിക്കുട്ടി തിരിച്ചു വരും. ഞാൻ ഉറപ്പ് തരുന്നു. തൽക്കാലം മകൾ ഇതറിയരുത്. പോകുന്നതിന് മുമ്പ് എനിക്ക് ഓനെ ഒന്ന് കാണണം. ഞാൻ പറയാം. ഹാജിയാരെ വിഷമിക്കരുത്. വരട്ടെ ഹാജിയാരെ. മാഷയുടെ അവസ്ഥ മനസ്സിലാക്കിയ ഞാൻ അന്നെല്ലാം മറച്ചു വെച്ചത്. പക്ഷെ ഇപ്പൊ എന്റെ ജീവിതം സുകുമാരേട്ടൻ എന്ത് സംഭവിച്ചെന്ന് പോലും എനിക്കറിയില്ല. എനിക്ക് തെറ്റിദ്ധാരണ മാറ്റണം മാഷെ. സുകുമാരനൊന്നും സംഭവിച്ചിട്ടില്ല. തൽക്കാലം ഒന്ന് മാറി നിൽക്കുക, അത്രേ ഉള്ളൂ. സുകുമാരേട്ടന്റെ അച്ഛൻ വരെ എന്നെ മറ്റൊരു മുഖത്തോടെയാ കാണുന്നത്. നാട്ടുകാർ മുഴുവൻ പറഞ്ഞു തുടങ്ങി ഞാൻ കൊള്ളരുതാത്തവളാണെന്ന്. ഇങ്ങനെ പോയാ ഞാൻ ജീവിച്ചിരിക്കില്ല മാഷെ. എല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാനും ചിലതൊക്കെ തീരുമാനിച്ചു. എല്ലാം ഹാജിയാരോട് തുറന്നു പറയാൻ പോവുകയാണ്. ഞാൻ മൂലം പ്രേമലതയുടെ കുടുംബജീവിതത്തിന് ഒരു തകരാറ് സംഭവിക്കില്ല. എല്ലാ തെറ്റിദ്ധാരണകളും മാറ്റി സുകുമാരനെ എത്രയും പെട്ടെന്ന് ഞാനിവിടെ കൊണ്ടുവരും. ഇത്രയൊക്കെ ഉള്ളൂ ടീച്ചറെ മനുഷ്യന്റെ കാര്യം. കുഞ്ഞാലിക്കുട്ടി മാഷക്ക് ഇങ്ങനെ ഒരു അസുഖം ഉണ്ടെന്ന കാര്യം നമുക്ക് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ? എല്ലാം വിധി. നാളെ തന്നെ ചികിത്സിക്കാൻ ബോംബെക്ക് കൊണ്ടുപോകുന്നാ പറഞ്ഞത്. മാഷ് വരുന്നുണ്ട്. മാഷേ, കുറച്ച് പത്തിരി ഇറച്ചിയാണ് മാഷയ്ക്ക് വേണ്ടി നിന്റെ ബീവി ഉണ്ടാക്കിയത്. പത്തിരി ഇറച്ചിയോ? എന്താ വിശേഷിച്ച്? ഒന്നുമില്ല, എന്റെ ഒരു ആഗ്രഹമാണ് മാഷെ.
നിങ്ങളിത് കഴിക്കണം. ഞാനിപ്പോ കഴിച്ചതേ ഉള്ളൂ. അല്ല മാഷ്, ഇനിയൊരു പക്ഷേ മാഷ് ഇത് വാങ്ങണം. ഖാദർ കഴിച്ചു. ഞാനിപ്പോ പത്തിരി ഇറച്ചിയും കഴിക്കാനുള്ള ഒരു മൂഡിലല്ല. നമസ്കാരം മാഷ്. മാഷ് തളരെടുക്കും. മനസ്സിന്റെ ബലം, ശുഭാപ്തി വിശ്വാസം അതുണ്ടാവണം മാഷ്ക്ക്. ഞങ്ങളൊക്കെ എപ്പോഴും കൂടെ ഉണ്ടാവും. അല്ല മാഷ്. നമസ്കാരം മാഷെ. മാഷെ പത്തിരി കഴിച്ചോളും മാഷ്. ഒരു കാര്യം പറയാനാ ഞാൻ വന്നത്. അത് കേൾക്കുമ്പോ ഒരുപക്ഷെ ഹാജിയാർക്കൊരു ഷോക്കായേക്കാം. ഞാനൊരു വേണ്ട, ഒന്നും പറയണ്ട. ഒരിക്കൽ കൂടി കേൾക്കാനുള്ള മനസ്സ് നമുക്കില്ല. ചങ്ങായി വന്ന് എല്ലാ കാര്യവും പറഞ്ഞു. ആദ്യം ഞമ്മക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. എന്തിനാ മറച്ചു വെച്ചത്? വന്നപ്പോ തന്നെ നമ്മോടെങ്കിലും പറഞ്ഞുകൂടായിരുന്നു. പലപ്പോഴും കരുതിയതാണ് ഈ മുഖം മൂടി അഴിച്ചു മാറ്റണമെന്ന്. ഇവിടെ നിന്നിരുന്ന ഓരോ നിമിഷവും നെഞ്ചിനുള്ളിൽ തീയായിരുന്നു. ഇങ്ങനെ ഒരു വേഷം കെട്ടേണ്ടി മതി മതി, നിനക്ക് എപ്പോ നോക്കിയാൽ ഈ ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. ഞാൻ എല്ലാ വിവരങ്ങളും ഹാജിയാരോട് പറഞ്ഞിട്ടുണ്ട്. അല്ല ഹാജിയാരെ, ഞാൻ അധികം ഇമോഷണൽ ആവല്ലേ, അത് കൂടുതൽ പ്രശ്നമാവും. വാ. വാ. എനിക്ക് മനസ്സിലാകാത്തോണ്ട് ചോദിക്കുക, നീ ഇവിടെ കുരി കഴിക്കാൻ വന്നോ അതോ കുരി ഉണ്ടാക്കാൻ വന്നോ? വെറുതെ ഇരുന്ന് എന്നെ കൊണ്ട് ഈ വേഷം കെട്ടിച്ച് ഇതാ ഇപ്പൊ രോഗിയാണ്. അത് ശരി, ഇപ്പൊ കുറ്റമല്ല എനിക്ക്. എടാ, ഞാൻ അങ്ങനെ ഒരു അടവ് പ്രയോഗിച്ചില്ലായിരുന്നെങ്കിൽ ഇപ്പൊ ബാപ്പ വന്ന് മോന്റെ നിക്കാഹ് ഉറപ്പിച്ചിട്ട് പോയനെ. അല്ല, നീ ഇതെന്തുദ്ദേശത്തില ഹാജിയാരോടെല്ലാം തുറന്നു പറയാൻ ഒരുങ്ങിയത്? മതിയായി ഈ വേഷം കെട്ടൽ. ഓരോ ദിവസവും ഒന്നിനൊന്ന് പ്രശ്നങ്ങൾ കൂടുന്നല്ലാതെ ഇതിന്ന് രക്ഷപ്പെടാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. രക്ഷപ്പെടാനുള്ള വഴിയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. നിന്നെ ബോംബെക്ക് കൊണ്ടുപോകാൻ പോകുന്നു എന്നാണ് ഞാൻ ഹാജിയാരോട് പറഞ്ഞിട്ടുള്ളത്. തൽക്കാലം ഇവിടെ നിന്ന് തടിയപ്പിയ പോരെ? ഇല്ല കുഞ്ഞാലിക്കുട്ടി, എനിക്കിവിടം വിട്ടു പോകാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ആദ്യമൊക്കെ ഈ നാടിനോടും നാട്ടുകാരോടും പേടിയായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഹാജിയാരുടെ സ്നേഹം, ഈ സ്കൂളും കുട്ടികളും, ഇതൊക്കെയാണ് എന്റെ മനസ്സിൽ. സത്യം എന്തായാലും പുറത്തു വരുമെന്ന് എനിക്കറിയാം. അതിനു മുമ്പ് എല്ലാം തുറന്നു പറയണം. ദേ, നീ എടുത്തു ചാടി മണ്ടത്തരമൊന്നും കാണിക്കരുത്. നീ എനിക്കൊരു 3 ദിവസത്തെ സമയം താ. അതിനുള്ളിൽ എല്ലാറ്റിനും ഒരു പരിഹാരം ഞാൻ കണ്ടെത്താം. ഇതൊന്ന് പരിഹരിച്ചു കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തീർന്നില്ലേ? ആരാ? കുഞ്ഞാലിക്കുട്ടി ഓനിവിടെ ഇല്ലല്ലോ. നിങ്ങൾ എവിടുന്ന? ബോംബെന്നാ. കുഞ്ഞാലിക്കുട്ടിയുടെ ഒരു ചങ്ങാതിയാ. ആരാ ദൂര? കുഞ്ഞാലിക്കുട്ടി ഒന്ന് കാണണമല്ലോ. ഓ ഇപ്പൊ ഇവിടെ ഇല്ല, മലപ്പുറത്താ. അവിടുത്തെ സ്കൂളിൽ മാഷാ. അല്ല, അവൻ ഇവിടെ ഉണ്ട്, എനിക്കറിയാം. വിളിക്കാ. ഇവിടെ ഇല്ല എന്ന് പറഞ്ഞില്ലേ? അവിടെ നോക്കി. എന്താണ്? നിങ്ങൾ ആരാണ്? വേണ്ട, വെറുതെ ബഹളം വെക്കണ്ട. കുഞ്ഞാലിക്കുട്ടിയെ കൊണ്ടാ ഞങ്ങൾ പോകും. അവനെ ഞങ്ങൾക്ക് വേണം. ഇവിടെ ആരില്ലല്ലോ. പടയ്ക്കോനാണ് സത്യം. ഓൻ ഇവിടെ ഇല്ല, മലപ്പുറത്താ. അവിടെ സ്കൂള് മാഷാണ്. ഏത് പാതാളത്തിൽ ഒളിച്ചിരുന്നാലും അവനെ ഞങ്ങൾ കണ്ടുപിടിക്കും. തയ്യാറായിക്കോ മോന്റെ മയ്യത്തെടുക്കാൻ. എന്താണെന്ന്? എന്താണ്? ഈ നാട് നാട്ടുകാരെ ഉപേക്ഷിച്ച് മാഷ് പോയാലും എനിക്ക് സൂക്ഷിച്ചു വെക്കാൻ എന്നും ഒരു വിഷയം ഉണ്ടാവും. സ്വപ്നങ്ങൾ ഏറെയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പൊ എവിടെയൊക്കെയോ വായിച്ചു മറന്ന കഥകളിലെ റാണിയാണോ ഞാനെന്ന് തോന്നിപ്പോന്നു.
തറവാട്ടിൽ എനിക്ക് വേണ്ടി ആലോചനകൾ നടക്കുന്നു. ഏട്ടന്മാരുടെ തീരുമാനങ്ങളെ നടക്കാറുള്ളൂ. പക്ഷേ ഇത് മാഷ് പറഞ്ഞോളൂ, ഞാൻ എന്താ വേണ്ടത്? ഗൗരിക്കറിയാമല്ലോ എന്റെ സാഹചര്യം. കുരുക്കുകൾ ഓരോന്നഴിക്കാൻ ശ്രമിക്കാം. ഞാനിപ്പോൾ വേണ്ട, ഞാൻ പോട്ടെ. മാഷേ, കൊള്ളാം. ഗൗരിക്കുട്ടിയും കുഞ്ഞാലിക്കുട്ടിയും നല്ല ചേർച്ച. രണ്ട് കുട്ടികളും കൂടി എങ്ങോട്ടാ? ആചാരുടെ മാനസപുത്രനല്ലേ, അതിന്റെ ചങ്കുറപ്പാ. കേറി ഇങ്ങോട്ട്. ഒരേ ഒരു പെങ്ങളാന്നും കരുതി വളർത്തിയതിന്റെ കൂലിയായി ഇവിടെ തരുന്നത്. പറയണേ, അവന്തിരക്കാരാ തറവാടിന്റെ മാനം കെടുത്താൻ കൊല്ലും ഞാൻ, കൊതു കുളത്തി താഴ്ത്തും. ഇനി നീ അവനെ കാണില്ല. ഉറുപ്പന്മാരാരാണെന്ന് അവനും അറിയും. വിടല്ലേ? കുഞ്ഞാലിക്കുട്ടിയല്ലേ? അതെ. ഒന്ന് കാണാനാ വന്നത്. എന്തിനാ? ഒരു കാര്യം പറയാനുണ്ട്. പറയടാ, ആ പെട്ടി എവിടെ? ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെ ഒരു പെട്ടിയെ കുറിച്ച് എനിക്ക് അറിഞ്ഞൂടാ. നിന്റെ കയ്യിലുള്ള പെട്ടി എവിടെ? എന്റെ കയ്യിലുള്ള പെട്ടി നിങ്ങൾക്ക് എന്തിനാ വേണം? അതിനകത്ത് വിലപിടിപ്പുള്ള പല കാര്യങ്ങളും ഉണ്ട്. അയ്യോ ഇല്ല, പഴയ ഒന്ന് എന്റെ പാന്റും 3-4 അണ്ടർവെയറും മാത്രമേ ഉള്ളേ. रुक जाओ, मैं उसको बता दूंगा. कुत्ते कमीने, कहाँ है कुഞ്ഞാലിക്കുട്ടി? बोलो, कुत्ते के बच्चे, कहाँ है कुഞ്ഞാലിക്കുട്ടി? कहाँ है? बोलो, कहाँ है कुഞ്ഞാലിക്കുട്ടി? कहाँ है? बोलो. ये है. കുഞ്ഞേ, കുഞ്ഞേ, നീ വന്നേ, വന്നേ. എന്താ? ഏട്ടന്മാരെല്ലാം പുറത്തു പോയിരിക്കുക. കുഞ്ഞിന്റെ അവസ്ഥ കണ്ടപ്പോ വിഷമം തോന്നി. ശങ്കരൻ തുറന്നുവിടാം. ശങ്കരന് മാഷോട് ഒരു ദേഷ്യവും ഇല്ല. ഇനി വരൂ. എന്താ? ഏട്ടന്മാര് ജോജി പിടിച്ചോണ്ട് പോയി. എങ്ങോട്ടാണെന്ന് അറിഞ്ഞൂടാ. എങ്ങനെയെങ്കിലും രക്ഷിക്കണം.
पहचाना मुझे? मैं हूँ वही जाफर खान, अभी जिंदा रहा है. നിനക്കറിയാം ആ പെട്ടി എവിടെയുണ്ടെന്ന്? പറയേ, വെറുതെ എന്നെ വാശി പിടിപ്പിക്കരുത്. എനിക്കറിയാം. നീ പറയില്ലല്ലേ? എനിക്കറിയില്ല. എവിടെ പെട്ടി? നിനക്കറിയില്ല. പോലോ, എവിടെ എന്റെ പെട്ടി? എനിക്കറിയില്ല. അറിയാൻ അറിയില്ല.